നിങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഇസ്ലാം പ്രണയം ഹറാമാക്കിയത്? ഒരു പെൺകുട്ടിയെ കറക്റ്റ് മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ വിവാഹം കഴിക്കേണ്ടത്? ഞാൻ കുറച്ച് ഡാറ്റകൾ പ്രസന്റ് ചെയ്യാം, അത് ശ്രദ്ധിച്ചു കേട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വയം തീരുമാനമെടുക്കാം. റോബർട്ട് എപ്പിക്സൺ, അദ്ദേഹം ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. 7 രാജ്യങ്ങളിൽ ചെന്നിട്ട്, അതിൽ ജർമ്മനിയുണ്ട്, ജപ്പാനുണ്ട്, ചൈനയുണ്ട്, ഇങ്ങനെ തുടങ്ങി ലോകത്ത് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന 7 രാജ്യങ്ങളിൽ ചെന്നിട്ട് പ്രണയത്തെക്കുറിച്ചും പ്രണയാനന്തര ജീവിതത്തെക്കുറിച്ചും പ്രണയ വിവാഹത്തെക്കുറിച്ചും ഒക്കെ അയാൾ നന്നായി പഠിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിന്റെ റിസൾട്ട് ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഈ 7 രാജ്യങ്ങളിലെ കുടുംബ കോർട്ടുകളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളിൽ 70% കേസുകളും ഡിവോഴ്സ് കേസുകളാണ്. ആ ബന്ധങ്ങളെല്ലാം തുടങ്ങിയത് പ്രണയത്തിലൂടെയും പ്രണയ വിവാഹത്തിലൂടെയുമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഈ 7 രാജ്യങ്ങളിലും 70%-ലധികം പ്രണയ വിവാഹങ്ങളും ഡിവോഴ്സ് കേസിലേക്ക് എത്തിപ്പെടുന്നത്? നമ്മുടെ കേരളത്തിലെ കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ഡിവോഴ്സ് കേസുകളിൽ 60% കേസുകളും ആ ബന്ധങ്ങളെല്ലാം തുടങ്ങിയത് പ്രണയത്തിലൂടെയാണ് എന്ന് ഈ അടുത്താണ് ഒരു മാധ്യമം പുറത്തുവിട്ടത്. കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ കണ്ടു. അതിലൂടെ ഒരു പെൺ ബ്ലോഗർ പറയുന്നത്, കേരളത്തിലെ പ്രണയ വിവാഹങ്ങളിൽ 3-ൽ 1 ഡിവോഴ്സ് ആയി പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്, ഇവർക്കിടയിലൊക്കെ ഒരു പക്ഷേ പ്രണയ വിവാഹങ്ങൾ സക്സസ് ആയിരിക്കാം, എന്നാലും അതിന്റെ ഇരട്ടിയിലധികം പരാജയത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. എന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് പ്രണയ വിവാഹം ഇത്രത്തോളം ഡിവോഴ്സിലേക്ക് എത്തിപ്പെടുന്നത്? ഇൻഷാ അല്ലാഹ് അതിന്റെ ഉത്തരം അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം.